കഴിഞ്ഞ 42 ദിവസമായി നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി വൻ വിജയമാണ്. നിലവിൽ പദ്ധതിയുടെ ഭാഗമായി 6000-ൽ പരം കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 60 കോടി രൂപയുടെ ലഹരിമരുന്നുകൾ പിടികൂടി. ജയിലുകൾ നിറയ്ക്കുകയല്ല, നാടിനെ ലഹരിമുക്തിയിലേക്ക് എത്തിക്കുകയാണ് തൂഫാൻ പദ്ധതിയിലൂടെ ലക്ഷ്യമാക്കുന്നത്. തൂഫാൻ പദ്ധതി കാലഘട്ടത്തിന്റെ ആവശ്യമാണെങ്കിലും ഇനി ആവശ്യം ഓപ്പറേഷൻ കെയർ ആണ്. മയക്കുമരുന്നിന് അടിമകളായവരെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന പദ്ധതിയാണിത്. സംസ്ഥാനത്തെ 35 ആശുപത്രികൾ ഇതിനോടകം ഓപ്പറേഷൻ കെയറിൽ ചേർന്നിട്ടുണ്ട്. മയക്കുമരുന്നിനടിപ്പെട്ടവരെ തിരികെ കൊണ്ടുവരേണ്ടത് ഓപ്പറേഷൻ കെയറിലൂടെയാണ്. ഈ ആശുപത്രികളിലെല്ലാം തൂഫാൻ കെയറിന് പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ലഹരിയുടെ വേരറക്കുകയാണ് ലക്ഷ്യം. വഴിതെറ്റിപ്പോയവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരികയാണ് ആവശ്യം. ഇതിന് കാരിത്താസ് മുന്നോട്ടുവരുന്നത് ആതുര സേവനത്തിന്റെ മകുടോദാഹരണമാണ്. അയൽ സംസ്ഥാനങ്ങളും ഓപ്പറേഷൻ തൂഫാനുമായി സഹകരിക്കുന്നുണ്ട്. മയക്കുമരുന്നിന്റെ വരവ് തടയാൻ 5 സംസ്ഥാനങ്ങൾ കൈകോർക്കുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. തൂഫാൻ ഷീൽഡ് പദ്ധതിയുടെ ഭാഗമായി സ്ഥാപനങ്ങളുടെ HR വിഭാഗം നടപ്പിലാക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ പോളിസിയാണ് പ്രൊവിഷൻ ഓഫ് ഡ്രഗ് അബ്യൂസ് പദ്ധതി. ഹെൽത്ത് കമ്മീഷൻ, ടീച്ചേഴ്സ് ഗിൽഡ് എന്നീ സംരംഭങ്ങൾ കാരിത്താസിൽ ആരംഭിക്കുകയും ചെയ്തു. തുടർന്ന് ഓപ്പറേഷൻ തൂഫാൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സമ്മേളനത്തിൽ കോട്ടയം അതിരൂപത സഹായമെത്രാൻ മാർ ജോസഫ് പണ്ടാരശ്ശേരിയിൽ, കാരിത്താസ് ആശുപത്രി ഡയറക്ടറും സിഇഒയുമായ ഫാദർ ഡോക്ടർ ബിനു കുന്നത്ത് എന്നിവരെ മന്ത്രി രമേശ് ചെന്നിത്തല തൂഫാൻ വാരിയർമാരെ പ്രഖ്യാപിച്ച് ബാഡ്ജ് മണിയിച്ചു. തൂഫാൻ വീഡിയോയും സ്റ്റാറ്റിക്സ് വീഡിയോയും വേദിയിൽ അവതരിപ്പിച്ചു. അതിരൂപത സഹായമെത്രാൻ മാർ ജോസഫ് പണ്ടാരശ്ശേരിയിൽ അധ്യക്ഷത വഹിച്ചു. മന്ത്രി മോൻസ് ജോസഫ്, നാട്ടകം സുരേഷ് MLA, സംസ്ഥാന പോലീസ് മേധാവി റവാഡായ ചന്ദ്രശേഖർ, എറണാകുളം റേഞ്ച് DIG യതീഷ് ചന്ദ്ര, കോട്ടയം ജില്ലാ പോലീസ് ചീഫ് KM സാബു മാത്യു, കാരിത്താസ് ആശുപത്രിയുടെ ഡയറക്ടറും സിഇഒയുമായ ഫാദർ ഡോക്ടർ ബിനു കുന്നത്ത് എന്നിവർ പ്രസംഗിച്ചു. ഷെക്കേന ന്യൂസ്, കോട്ടയം.